നിങ്ങൾക്ക് സംശയമോ പേടിയോ ഉണ്ടോ? സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പതുക്കെ ആയിരിക്കും ആളുകൾ കൈപോക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താണ് അവർക്ക് പേടി അല്ലെങ്കിൽ സംശയമുണ്ട് എന്ന്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ അറിയാമെങ്കിലും ഇല്ലെങ്കിലും കൈപൊക്കുക. കാരണം അവിടെ നമ്മൾ പറയുന്ന ആൻസർ ശരിയാണെങ്കിലോ തെറ്റാണെങ്കിലോ കുഴപ്പമില്ല, ആ ഒരു പേടിയാണ് നമ്മൾ മാറ്റുന്നത്. ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉൾമനസ്സിലുള്ള ഫിയർ ആൻഡ് ഡൗട്ടിനെ മാറ്റിയെടുക്കാം. ഒരാൾ കൈപൊക്കാൻ പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർ കൈപൊക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം എന്തുവാണ്, എനിക്ക് ചെയ്യാൻ അറിയില്ല, ബാക്കിയുള്ളവർ ചെയ്യുകയാണെങ്കിൽ അത് നോക്കി ഞാൻ അങ്ങോട്ട് ചെയ്യാം എന്നുള്ളതാണ് ആളുകളുടെ കൂടുതൽ ചിന്താഗതി. എങ്ങനെ നമ്മുടെ ഫിയർ അല്ലെങ്കിൽ ഡൗട്ടിനെ മാറ്റാമെന്ന് പറയാം. ആദ്യമായിട്ട് നിങ്ങളുടെ തോട്ട്സിനെ മാസ്റ്റർ ചെയ്യുക. എന്താണോ തോട്ട് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഫിയർ, അതിനെ നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അത് സബ് കോൺഷ്യസ്ലി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഇത് എനിക്ക് മാറണം എന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ ഒരു ഫിയർ വരുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ലാംഗ്വേജ് ഒന്ന് നോക്കുക. അതായത് നമുക്ക് പേടി വരുമ്പോൾ അയ്യോ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് നിങ്ങളുടെ മനസ്സിനകത്ത് ഓടുന്നുണ്ടായിരിക്കും. അതിനെ നിങ്ങൾ നോക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഈ ഒരു ഫിയർ മാറ്റാനായിട്ട് മന്ത്രാസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേടി വരുന്ന സമയത്ത് ഐ ആം സ്ട്രോങ് അല്ലെങ്കിൽ ഐ ആം ഫിയർലെസ് എന്നൊക്കെ നിങ്ങൾ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള മന്ത്രാസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നാലാമതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഏത് പേടിയാണെങ്കിലും നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്ന ആ പേടി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ഇന്നൊരു പേടിയുണ്ട്, എനിക്കിത് മാറണം എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.